ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥനത്തിൽ ബൈബിളിലെ 25-ാമത്തെ പുസ്തകമായ വിലാപങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. ബുക്ക് ഓഫ് ലാമൻറ്റേഷൻസ്. BC 586 യെരുശലേമിൻ്റെ നാശം, തുടർന്നുണ്ടായ പ്രവാസം എന്നീ കാര്യങ്ങൾ ഓർത്ത് യിരെമ്യാവ് വിലപിക്കുന്നതാണ് വിലാപങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ യിരെമ്യാവാണ് എന്ന് മനസ്സിലാക്കാമല്ലോ. യിരെമ്യാവ് തകർന്ന ഹൃദയത്തോടെ കണ്ണുനീരൊഴുക്കിയ ഒരു പ്രവാചകനാണ് എന്ന് യിരെമ്യാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുനീരൊഴുക്കിക്കൊണ്ടുള്ള ഹൃദയം തകർന്നുകൊണ്ടുള്ള ഒരു വിലാപഗാനം ആണ് ഈ വിലാപങ്ങളുടെ പുസ്തകം. ലാമൻറ്റേഷൻ അല്ലെങ്കിൽ വിലാപം എന്ന് പറഞ്ഞാൽ ക്രൈങ് അലൗഡ്, ഉറക്കെ നിലവിളിക്കുക എന്നാണ്. വെറുതെ കണ്ണുനീരൊഴുക്കുകയല്ല, ഉച്ചത്തിൽ ഉറക്കെ നിലവിളിക്കുക. വിലാപഗാനം, ശോകഗാനം, ദീനരോദനം, ശോകഗീതം, കരഞ്ഞുകൊണ്ടൊരു ഗീതം പാടുക എന്നെല്ലാമുള്ള അർത്ഥത്തിലാണ് ഈ വിലാപം, ലാമൻറ്റേഷൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ യഹൂദന്മാരുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഉത്സവങ്ങളിൽ എല്ലാവരും കേൾക്കെ വായിച്ചിരുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് വിലാപങ്ങളുടെ പുസ്തകം. അങ്ങനെ വായിക്കുന്ന 5 പുസ്തകങ്ങളുണ്ടായിരുന്നു. അവർ ഒരുമിച്ച് കൂടുന്ന പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുന്ന 5 പുസ്തകങ്ങൾ. അതിനെ യഹൂദന്മാർ റോൾസ് എന്നാണ് വിളിച്ചിരുന്നത്. ROLLS, റോൾസ്. അങ്ങനെ ഒരു പ്രത്യേക ചുരുളായിട്ട് ഈ 5 പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പെസഹ പെരുന്നാളിന് ആളുകൾ കൂടുമ്പോൾ ഉത്തമഗീതം വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. പെന്തക്കോസ് പെരുന്നാളിന് കൂടുമ്പോൾ രൂത്തിൻ്റെ പുസ്തകം വായിച്ച് കേൾപ്പിക്കും. കൂടാര പെരുന്നാളിന് ഒരുമിച്ച് വരുമ്പോൾ സഭാപ്രസംഗിയുടെ പുസ്തകം വായിച്ച് കേൾപ്പിക്കും. പൂരീം എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്, എസ്തേറിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയത്. അത് വരുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകം വായിച്ച് കേൾപ്പിക്കും. യെരുശലേമിൻ്റെ പതനത്തിൻ്റെ വാർഷിക ദിനം വരുമ്പോൾ വിലാപങ്ങൾ വായിച്ച് കേൾപ്പിക്കും. പിടികിട്ടിയോ? പെസഹായിക്ക് ഉത്തമഗീതം, പെന്തക്കോസ്തിന് രൂത്ത്, കൂടാര പെരുന്നാളിന് സഭാപ്രസംഗി, പൂരീം എന്ന് പറയുന്ന ഉത്സവത്തിന് എസ്തേർ, യെരുശലേമിൻ്റെ പതന വാർഷികത്തിന് വിലാപങ്ങൾ. അപ്പോൾ ഇങ്ങനെ പരസ്യമായിട്ട് അവരെല്ലാവരും കൂടുമ്പോൾ വായിച്ച് കേൾപ്പിക്കുന്ന റോൾസ് എന്ന് പറയുന്ന 5 പുസ്തകങ്ങളിൽ പെട്ടതാണ് വിലാപങ്ങൾ. വിലാപങ്ങളുടെ പുസ്തകത്തെ ചിലരൊക്കെ വേദപുസ്തകത്തിലെ വിലാപമതിൽ, യെരുശലേമിലൊരു വിലാപമതിലുണ്ടെന്നുള്ള കാര്യം അറിയായിരിക്കുമല്ലോ യഹൂദന്മാരുടെ. വെയിലിംഗ് വാൾ ഓഫ് ബൈബിൾ, ബൈബിളിലെ വിലാപമതിൽ. പേര് തന്നെ വിലാപം എന്നുള്ളതായതുകൊണ്ട് ഇതിനെ ബൈബിളിലെ വിലാപമതിൽ എന്ന് ചിത്രീകരിക്കാറുണ്ട്. യിരെമ്യാവിൻ്റെ ഹൃദയാവസ്ഥയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. യിരെമ്യാവ് കഴിഞ്ഞ പുസ്തകം പഠിച്ചപ്പോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഏലിയാവിനെ പോലെയോ യെശയ്യാവിനെ പോലെയൊക്കെ വാചാലനും ധീരനും ഒന്നും ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, പീഡനത്തിൽ കൂടി ഒരുപാട് കടന്നുപോയ ആളാണ്. അതുകൊണ്ട് ഹി വാസ് എ സെൻസിറ്റീവ് പേഴ്സൺ, ഒരു വൈകാരിക മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു തരത്തിൽ സ്ത്രീ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. ടെൻഡർ ആസ് ദ ഹാർട്ട് ഓഫ് എ മദർ, ഒരമ്മയുടെ ഹൃദയം പോലെ വളരെ ലളിതവും തരളിതവുമായൊരു ഹൃദയമാണ് യിരെമ്യാവിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കണ്ണുനീരൊഴുക്കിയത്. ചില ആളുകളൊക്കെ പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കണ്ഠം ഇടറുന്നതും കണ്ണുനീരൊഴുകുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? അതോ യാതൊരു വികാരവുമില്ലാതെ പ്രസംഗിക്കുന്നതും ശുശ്രൂഷിക്കുന്നതുമാണോ കാണുന്നത്? DL മൂഡി, ജോർജ് വൈറ്റ്ഫീൽഡ് എന്നൊക്കെ പറയുന്ന വിദേശ മിഷണറിമാർ കരഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ശുശ്രൂഷിച്ചിരുന്നതെന്നുള്ളത് അവരുടെ ജീവചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് ശുശ്രൂഷിച്ചതെന്ന് ചോദിച്ചാൽ, ബിക്കോസ് ദേ മെൻറ്റ് ഇറ്റ്. അവർ പറയുന്ന കാര്യങ്ങൾ അവർ അർത്ഥമാക്കിക്കൊണ്ട് അവരുടെ ഉള്ളിൽ തട്ടിയാണ് പറയുന്നത്. അപ്പോഴല്ലേ കണ്ണുനീര് വരുന്നത്, കണ്ഠം ഇടറുന്നത്. കർത്താവ് യേശുക്രിസ്തു കരഞ്ഞിട്ടുണ്ടോ? പിന്നെ കർത്താവ് യേശുക്രിസ്തു പലപ്പോൾ കരഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നത് ലാസറിൻ്റെ കല്ലറയ്ക്കൽ കരഞ്ഞ കാര്യം. നമുക്ക് വാക്യങ്ങളൊന്നും നോക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ 11-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം, യേശു കണ്ണുനീർ വാർത്തു. ജീസസ് വെപ്റ്റ്. യേശു കണ്ണുനീർ വാർത്തു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അല്ലാത്ത ചില സന്ദർഭങ്ങളിലും യേശു കരഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 19-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനായിട്ടുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. അവ യെരുശലേമിനെ സമീപിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? കരഞ്ഞു. അതുപോലെ വീണ്ടും നിങ്ങൾ ലൂക്കോസ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴി
തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ എത്ര വട്ടം നിങ്ങളെ ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു. അതും കർത്താവിൻ്റെ കരച്ചിലാണ്. പല സന്ദർഭങ്ങളിലും കർത്താവ് കരഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഉള്ളിൽ തട്ടിയത് കൊണ്ടാണ്, അല്ലേ? തൻ്റെ ഉള്ളിൽ നിന്ന് താൻ ആർക്ക് വേണ്ടിയാണ് വന്നത്? യഹൂദന്മാർക്ക് വേണ്ടിയാണ് വന്നത്. എന്നാൽ അവർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. അവരുടെ സന്ദർശന കാലം അറിയുന്നില്ല. അവരെ ചേർക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ടെന്ന് അറിയുന്നില്ല. ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ, അതുപോലെ തന്നെ ലാസറിൻ്റെ കല്ലറകൾ ചെന്നത് അവനെ ഉയർപ്പിക്കാനായിട്ടാണ്. അത് അവർക്കും മനസ്സിലാകുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? കരഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നും കരഞ്ഞുകൊണ്ടൊക്കെ ശുശ്രൂഷിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഫീലിങ്സ് എന്ന് പറയുന്നത്, കമ്പാഷൻ എന്ന് പറയുന്നത് തീരെ ഇല്ല. എന്ത് വേണമെങ്കിലും പ്രഘോഷിക്കാം, അട്ടഹസിക്കാം, അല്ലേ? ഒച്ച ഉണ്ടാക്കി ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രഘോഷിക്കുന്ന ആളുകളെയാണ് നാം കാണുന്നത്. എന്നാൽ ഉള്ളിൽ തട്ടി വിലപിച്ച ഒരു പ്രവാചകൻ്റെ വിലാപഗീതമാണ് വിലാപങ്ങൾ എന്ന് പറയുന്ന പുസ്തകം. വാസ്തവത്തിലത് പ്രവാചകൻ്റെ ആത്മാവിൻ്റെ വിലാപമാണ്, അല്ലേ? പ്രവാചകൻ്റെ വിലാപം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ശാരീരികമായിട്ട് മാത്രം വന്നതല്ല. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വിലാപമാണ്. ആത്മാവിൽ ദുഃഖിച്ചിട്ടാണ്, തപിച്ചിട്ടാണ് ഈ ഗാനം അദ്ദേഹം രചിച്ചത്. അതുകൊണ്ട് ഇതിനെ വേദനയുടെ കീർത്തനം, ആർദ്രതയുടെ കവിത, കരുണാമയമായ സദൃശവാക്യം, ഹൃദയ തകർച്ചയുടെ സങ്കീർത്തനം, ദുഃഖഗീതം, ദുഃഖത്തിൻ്റെ മേളക്കൊഴുപ്പ്, ദുഃഖത്തിൻ്റെ പതിര് പാറ്റുന്ന കവിത എന്നൊക്കെ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ഇങ്ങനെ ദുഃഖിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1:18 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിലുണ്ട്. സകല ജാതികളും ആയുള്ളവരെ കേൾക്കുക, എൻ്റെ വ്യസനം കാണണമേ എന്ന് പറഞ്ഞിട്ടാണ് ദുഃഖിക്കുന്നത്. 1:18 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. സകല ജാതികളുമായുള്ളവരെ കേൾക്കണമേ. അതുകൊണ്ടാണല്ലോ വിലാപ ഗാനമായിട്ട് വെച്ചേക്കുന്നത്. സകല ജാതികളുമായുള്ള കേൾക്കണമേ, എൻ്റെ വ്യസനം കാണണമേ. എൻ്റെ വ്യസനം കാണണം. എന്താ വ്യസനിക്കാൻ കാരണം? അടുത്ത ലൈന് പറയുകയാണ്, എൻ്റെ കന്യകമാരും യൗവനക്കാരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു, അവരോ എന്നെ ചതിച്ചു. എല്ലാവരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. വായിക്കാം. എല്ലാവരും പ്രവാസത്തിലേക്ക് പോയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു, അവരോ എന്നെ ചതിച്ചു. എൻ്റെ പുരോഹിതന്മാരും മൂപ്പന്മാരും വിശപ്പടക്കേണ്ടതിന് ആഹാരം തിരഞ്ഞു നടക്കുമ്പോൾ നഗരത്തിൽ വെച്ച് പ്രാണനെ വിട്ടു. യഹോവേ, നോക്കേണമേ, ഞാൻ വിഷമത്തിലായി, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. അതായത് അവൻ്റെ കൽപ്പനകളെ വിട്ട് മത്സരിച്ച് പ്രവാസത്തിലേക്ക് ആളുകൾ പോയത് കണ്ടപ്പോഴുള്ള വിലാപമാണ്. കൽപ്പനകളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പ്രമാണിച്ച് അവർക്ക് ദൈവത്തെ വിളിച്ച് ജീവിക്കാമായിരുന്നു. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ അടിമത്തത്തിലേക്ക്, പ്രവാസത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോഴുള്ള സങ്കടം കൊണ്ടാണ് ഹൃദയം തകർന്ന് പ്രവാചകൻ ഈ വിലാപം രചിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ പുസ്തകത്തെ നോക്കുമ്പോൾ 5 അധ്യായങ്ങളാണുള്ളത്. ഈ വിലാപ ഗാനം അവലംബിക്കുന്ന ഒരു പ്രത്യേക ശൈലി ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഈ പുസ്തകത്തിന് 5 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങളിൽ വാക്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, അങ്ങനെ നോക്കി പലരും വായിക്കാറില്ലായിരിക്കും. പിന്നെ നടുക്കിരിക്കുന്ന അധ്യായം, 5 അധ്യായം എന്ന് പറഞ്ഞപ്പോൾ നടുക്കിരിക്കുന്നത് 3-ാം അധ്യായമാണ്. 1, 2, പിന്നെ 4, 5. നടുക്കിരിക്കുന്നത് 3-ാം അധ്യായം. അധ്യായങ്ങൾക്കൊക്കെ എത്ര വാക്യമുണ്ടെന്ന് നോക്കിയാൽ 3-ാം അധ്യായം ഒഴിച്ച് ബാക്കി എല്ലാ അധ്യായങ്ങൾക്കും എത്ര വാക്യമുണ്ട്? 22 വാക്യങ്ങളുണ്ട്. നോക്കിയാട്ടെ, 22. എല്ലാ 3-ാം അധ്യായത്തിനൊഴിച്ച് ബാക്കി എല്ലാ അധ്യായത്തിനും 22 വാക്യങ്ങളാണുള്ളത്. പുസ്തകം ഒന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. 3-ാം അധ്യായത്തിന് എത്ര വാക്യങ്ങളാണ് ഉള്ളത്? 66. 66 എന്ന് പറയുന്നത് എന്താ? 22 ഗുണം 3. 22 ഗുണം 3 66. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോ അധ്യായത്തിനും 22 വാക്യങ്ങൾ. നടുക്കിരിക്കുന്ന അധ്യായത്തിന് 66 എന്ന് പറഞ്ഞാൽ 22 3 പ്രാവശ്യം. അതെന്താ 22ൻ്റെ പ്രത്യേകത? എബ്രായ അക്ഷരമാലയ്ക്ക് 22 അക്ഷരങ്ങളാണ് ഉള്ളത്. സംശയം ഉണ്ടെങ്കിൽ 119-ാം സങ്കീർത്തനം എടുത്ത് നോക്കിയാൽ മതി. 119-ാം സങ്കീർത്തനം 22 സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്ന 8 വാക്യങ്ങൾ വീതമുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അക്ഷരം എഴുതിയിട്ടുണ്ടല്ലോ. ഓരോ 22-ന് ഓരോന്നിൻ്റെ മുകളിൽ ആ അക്ഷരം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അക്ഷരമാല ഉപയോഗിച്ചിട്ടാണ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായവും 4-ാം അധ്യായവും എബ്രായ അക്ഷരമാലയുടെ അക്ഷരക്രമത്തിൽ ആ അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. എബ്രായ ഭാഷ നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെയാണത് ആരംഭിച്ചിരിക്കുന്നത്. 3-ാം അധ്യായത്തിൽ 22 വീതം 3 ഭാഗങ്ങൾ. ഓരോ ഭാഗവും എബ്രായ അക്ഷരമാല ക്രമത്തിലാണ് തുടങ്ങുന്നത്. എന്നാൽ 5-ാം അധ്യായം ഈ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല.
ആദ്യത്തെ 4 അധ്യായങ്ങൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. 5-ാം അധ്യായം ഈ നിയമം പാലിക്കുന്നില്ല. ഏതാണെങ്കിലും ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനം 3-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളാണ്. പുസ്തകത്തിൻ്റെ ശൈലി അവിടെ നിൽക്കട്ടെ, ആശയത്തിലേക്ക് വരാം. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. നിന്റെ വിശ്വസ്തത വലിയതാകുന്നു എന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകും. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് നാം ദൈവത്തിൻ്റെ ദയയിലായതുകൊണ്ട് ഓരോ ശ്വാസത്തിനും നാം ദൈവത്തോട് കടംപെട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ ഈ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകെ 5 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത് എന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ പുസ്തകത്തിലെ 5 അധ്യായങ്ങളെ വിഭജിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ വിഭജിക്കണം. ഓരോ അധ്യായങ്ങളും ഓരോ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ഓരോ അധ്യായങ്ങൾ നോക്കാം. 1-ാം അധ്യായത്തിലെ വിഷയം യെരുശലേമിൻ്റെ ഗതിയാണ്. യെരുശലേമിൻ്റെ പതനം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ യെരുശലേമിൻ്റെ ഗതി എന്താണെന്ന് ഓർത്ത് വിലപിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ചിത്രീകരിച്ചിരിക്കുമ്പോൾ ദ സിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ വീപ്പിംഗ് വിഡോ മോർണിംഗ് ഇൻ സോളിറ്റ്യൂഡ്. 1-ാം വാക്യം വായിച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകും. അതായത് ഈ നഗരത്തെ ഒരു ഏകാന്തമായി വിലപിക്കുന്ന വിധവയോടാണ് തുലനം ചെയ്തിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. അയ്യോ, ജനപൂർണമായിരുന്ന നഗരം ഏകാന്തമായിരിക്കുന്നത് എങ്ങനെ? ഏകാന്തം കണ്ടോ, ഏകാന്തം. അപ്പോൾ ഏകാന്തതയിൽ ഇരുന്ന് വിലപിക്കുന്ന ഒരു സ്ത്രീയോട് ഈ പട്ടണത്തെ ഉപമിക്കുകയാണ്. വായിച്ചാട്ടെ 1-2 വാക്യങ്ങൾ. ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ? കണ്ടോ, ഏകാന്തയായി വിധവയായി, വിധവയും ഏകാന്തയും. സംസ്ഥാനങ്ങളുടെ നായികയായിരുന്നവൾ ഊഴിയ വേലക്കാരി ആയതെങ്ങനെ? കണ്ടോ, നായിക ഊഴിയ വേലക്കാരിയായി. രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവളുടെ കവിൾത്തടങ്ങളിൽ കണ്ണുനീർ കാണുന്നു. അപ്പൊ ഇതാണ് ഈ വിലാപത്തിന്റെ തുടക്കം നോർക്കുക. 6-ാം വാക്യം വായിക്കുക. സിയോൻ പുത്രിയുടെ മഹത്വമൊക്കെയും അവളെ വിട്ടുപോയി. മഹത്വം വിട്ടുപോയി. അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ കാണാത്ത മാനുകളെ പോലെയായി. 8-ാം വാക്യം. യെരുശലേം കഠിന പാപം ചെയ്തിരിക്കുക കൊണ്ട്. ഇതിന്റെ കാരണം എന്താണ്? കഠിന പാപം ചെയ്തു. വായിച്ചോ 8-ാം വാക്യം. കഠിന പാപം ചെയ്തിരിക്കുക കൊണ്ട് മലിനയായിരിക്കുന്നു. അവള് കഠിന പാപം ചെയ്ത് മലിന ആയിരിക്കുന്നു, മാലിന്യപ്പെട്ടിരിക്കുന്നു. അവളെ ബഹുമാനിച്ചവരൊക്കെയും അവളുടെ നഗ്നത കണ്ടിട്ട് അവളെ നിന്ദിക്കുന്നു. അവളോ നെടുവീർപ്പിട്ടുകൊണ്ട് പിന്നോക്കം തിരിയുന്നു. അവളുടെ മലിനത ഉടുപ്പിന്റെ വിളുമ്പിൽ കാണുന്നു. അവൾ ഭാവി കാലം ഓർത്തില്ല. 20-ാം വാക്യം കൂടെ വായിക്കാം. യഹോവേ, നോക്കണമേ, ഞാൻ വിഷമത്തിലായി, എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഞാൻ കഠിനമായി മത്സരിക്കുക കൊണ്ട്. അതാ പ്രശ്നം. ഞാൻ കഠിനമായി മത്സരിക്കുക കൊണ്ട് എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ ഒരു ചിത്രമാണ് 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. 2-ാം അധ്യായത്തിൽ ഇങ്ങനെ കഠിന പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട്, മലിനമായിരിക്കുന്നത് കൊണ്ട് ദൈവം കോപിക്കുന്നതാണ് വിഷയം. 2-ാം അധ്യായത്തിലെ വിഷയം യഹോവയുടെ കോപം. 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നോക്കുക. അയ്യോ, യഹോവ സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ തന്റെ കോപം ആ പ്രയോഗമാണ്. ദൈവം കോപിക്കുന്നു. അപ്പോൾ കോപം കൊണ്ട് മറച്ചു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തകർച്ചയ്ക്കിടയിൽ മൂടുപടമിട്ട് വിലപിക്കുന്ന സ്ത്രീയുടെ ചിത്രമാണ് ആ അധ്യായം നമുക്ക് നൽകുന്നത്. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ മാത്രം വായിച്ചാൽ അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. 2-ാം അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യങ്ങൾ. യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു. പുരാതന കാലത്ത് അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു. കരുണ കൂടാതെ അവൻ ഇടിച്ചു കളയുന്നു. അവൻ ശത്രുവിനെ നിന്നെ ചൊല്ലി സന്തോഷിപ്പിച്ച് വൈരികളുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ, രാവും പകലും പോലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയുമരുത്. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ദൈവം കോപിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി എന്തേ വഴിയുള്ളൂ? വിലപിക്കുക, കരയുക, ഓലോല കണ്ണുനീരൊഴുക്കുക. അങ്ങനെ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് ഒരു വിടുതലുള്ളൂ. 3-ാമത്തെ അധ്യായത്തിലാണ് യിരെമ്യാവിൻ്റെ, പ്രവാചകൻ്റെ, അല്ലെങ്കിൽ ഈ പുസ്തകം രചിച്ച ആളുടെ ദുഃഖം വെളിപ്പെട്ടു വരുന്നത്. അവിടെ
പ്രവാചകൻ വിലപിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ന്യായാധിപതിയായ ദൈവത്തിൻ്റെ മുമ്പിൽ 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ടാവും, അവൻ അവന്റെ കോപത്തിന്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ടു പോന്നിരുന്നത്. അതെ, അവൻ ഇടവിടാതെ പിന്നെയും പിന്നെയും തൻ്റെ കൈ എൻ്റെ നേരെ തിരിക്കുന്നു. നമുക്ക് ആ അധ്യായമാണ് അതിൻ്റെ കീ എന്നുള്ള കാര്യം അറിയാമല്ലോ. 3-ാം അധ്യായത്തിലാണ് 66 വാക്യങ്ങളുള്ളതും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കിടക്കുന്നതും. അതുകൊണ്ട് 21 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാൻ നമുക്ക്. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലത്രേ. നാം നേരത്തെ അത് വായിച്ചായിരുന്നു, വായിക്കാം. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു. 31-32 കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. മനസ്സോടെ അല്ല അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. 37-ാം വാക്യം, കർത്താവ് കൽപ്പിക്കാതെ ആര് പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. 40-ാം വാക്യം മുതൽ നാം നമ്മുടെ നടപ്പാരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കിലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. 57-58 വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവെ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ആ അധ്യായം വായിക്കുക. യിരെമ്യാവിൻ്റെ ദുഃഖമാണ് അതിനകത്ത് വെളിപ്പെട്ട് വരുന്നത്. 4-ാം അധ്യായത്തിൽ വീണ്ടും ദൈവം കോപിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഈ സ്വർണത്തിൻ്റെ ശോഭ കുറഞ്ഞു പോയിട്ട് മങ്ങിയ സ്വർണം പോലെ ശോഭയുള്ള തനി തങ്കമായിട്ടിരുന്ന ഒരു നഗരമായിരുന്നു യെരുശലേം. എന്നാൽ ഇപ്പോൾ അതിന്റെ ശോഭ മങ്ങിപ്പോയിരിക്കുന്നു. 4-1 തന്നെ ഉണ്ടല്ലോ അത്. അയ്യോ, പൊന്നു മങ്ങിപ്പോയി. കണ്ടോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി. അപ്പം പൊന്നു മങ്ങിപ്പോയി, തങ്കം മാറിപ്പോയി. ആ തരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവം വീണ്ടും ആ നഗരത്തോട് കോപിക്കുന്നു. 8-ാം വാക്യം വായിക്കാം. 4-8 അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. ഇതാണ് സംഭവിച്ചേക്കുന്ന. മുഖം ശോഭിക്കേണ്ടതായിരുന്നു, എന്നാൽ അതിപ്പോ കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. വീഥികളിൽ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പൊ അതാണ് ദൈവം കോപിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. അവസാനമായിട്ട് 5-ാം അധ്യായത്തിൽ യെരുശലേമിനായിട്ടുള്ള പ്രാർത്ഥനയാണ് നാം കാണുന്നത്. ഇവിടെ നഗരത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവത്തോട് കനിവിനായിട്ട് അപേക്ഷിക്കുന്ന, യാചിക്കുന്ന ഒരാളോടാണ്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ അത് വെളിപ്പെട്ട് വരുന്നുണ്ട്. യഹോവേ, ഞങ്ങൾക്ക് എന്തു ഭവിക്കുന്നു എന്ന് ഓർക്കണമേ. ഞങ്ങൾക്ക് നേരിട്ടിരിക്കുന്ന നിന്ന നോക്കണമേ. ഞങ്ങളുടെ അവകാശം അന്യന്മാർക്ക്, ഞങ്ങളുടെ വീടുകൾ അന്യജാതിക്കാർക്കും ആയി പോയിരിക്കുന്നു. അപ്പൊ നിലവിളിയാണ്. ദൈവത്തോട് നിലവിളിച്ചിട്ട് ഞങ്ങളെ മടക്കി വരുത്തണം, ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്നു. 5-10 വായിക്കാം. ചില വാക്യങ്ങൾ മാത്രം നമുക്ക്. ക്ഷാമത്തിന്റെ കാഠിന്യ നിമിത്തം ഞങ്ങളുടെ ത്വക്ക് അടുപ്പ് പോലെ കറുത്തിരിക്കുന്നു. നമുക്ക് 15-ാം വാക്യം വായിക്കാം. ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു. ഹൃദയ സന്തോഷം എന്നുള്ള പ്രയോഗം ശ്രദ്ധിച്ചാട്ടെ. ഹൃദയ സന്തോഷം ഇല്ലാതെയായി. പുറമേ ചിരിക്കുന്നുണ്ടാകാം, ചിരിക്കുമ്പോൾ തന്നെ ഹൃദയം ദുഃഖിച്ചിരിക്കാമല്ലോ. ഹൃദയ സന്തോഷം ഇല്ലാതെയായി. 16-ാം വാക്യം. ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി, ഞങ്ങൾ പാപം ചെയ്യുക കൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം. 19 മുതലുള്ള വാക്യങ്ങളോട്. യഹോവേ, നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായിരിക്കുന്നു. നീ സദാകാലം ഞങ്ങളെ മറയ്ക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതും എന്ത്? യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ. അപ്പൊ ഇതാണ് ഈ പുസ്തകം കേട്ടോ. യെരുശലേമിന്റെ ഗതി, യഹോവയുടെ കോപം, യിരെമ്യാവിന്റെ ദുഃഖം, വീണ്ടും യഹോവ കോപിക്കുന്നു, യെരുശലേമിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ 5 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. ഈ പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് പാപം നമുക്ക് കൊണ്ടുവരുന്ന ദുഃഖം. മനസ്സിലായോ? ദ മിസറി ദാറ്റ് സിൻ ബ്രിങ്സ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ദുഃഖം. യഹോവ കോപിക്കുന്നു, എങ്കിലും തൻ്റെ മക്കളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സലിവും അവസാനിച്ചു പോകുന്നില്ല. ദൈവത്തിന് ഒരു പിതാവിനെ പോലെ മക്കൾ തെറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എന്തുണ്ടാവും? കോപം ഉണ്ടാവും. പക്ഷേ സ്നേഹം ഒരിക്കലും തീർന്നു പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ നിത്യസ്നേഹം കൊണ്ടാണ് അവൻ നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വിലപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യെരുശലേമിൻ്റെ പാപവും സകല കൽപ്പനകളോടും മത്സരിച്ച് അവർ വീണു പോയതുകൊണ്ടാണ്. 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം ആ കാര്യം
കണ്ടത് ഒന്നുകൂടെ ഓർക്കുക. 18-ാം വാക്യം, യഹോവ നീതിമാൻ, ഞാൻ അവന്റെ കൽപ്പനയോട് മത്സരിച്ചു. ഞാൻ അവൻ്റെ കൽപ്പനയോട് മത്സരിച്ചു എന്നുള്ളതാണ്. സകല കൽപ്പനയോടും മത്സരിച്ചു. അങ്ങനെയാണ് പാപവും വിലാപവും ഒക്കെ അവരുടെ ഉള്ളിലേക്ക് വന്നത്. എന്നാൽ യേശു വിലപിച്ചതുപോലെ, യേശു വിലപിച്ച കാര്യം നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? അതുപോലെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ 5-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമ്മളത് കണ്ടായിരുന്നു. പാപം ഏറ്റുപറഞ്ഞാൽ പ്രത്യാശ ഉണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും എന്ന് കാണുന്നുണ്ട്. 3:21 വായിക്കാം. 3:21, ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. ഏതാ അതുകൊണ്ട്? ദൈവം കരുണയുള്ളവനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും പ്രത്യാശിക്കും. മാത്രമല്ല 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ഇങ്ങനെ കരഞ്ഞ് വിലപിച്ചപ്പോൾ കർത്താവ് കൊടുത്ത വാഗ്ദത്തമാണ് 3-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അതൊന്നുകൂടെ നമുക്ക് വായിക്കാം. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തന്റെ മഹാദയക്കൊത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. അവൻ ദൈവത്തിന് കരുണ തോന്നും. കർത്താവ് ദുഃഖിപ്പിച്ചാലും മടങ്ങി അവൻ്റെ അടുക്കലേക്ക്. കർത്താവ് ഇതൊക്കെ ചെയ്യുന്നത് നാം മടങ്ങി ചെല്ലാനായിട്ടാണ്, മാനസാന്തരപ്പെടാനായിട്ടാണ്. ഭാവിയിൽ ബാബിലോൺ നശിക്കുകയും യെരുശലേം മഹത്വപൂർണ്ണമാവുകയും ചെയ്യും എന്നിപ്പോൾ നമുക്ക് ചരിത്രം അറിയാവുന്നതുകൊണ്ട് അറിയാമല്ലോ. ഇപ്പോൾ യെരുശലേമിനൊരു പതനം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവരെ പീഡിപ്പിച്ച് ബാബിലോൺ നശിക്കും, എന്നാൽ യെരുശലേം മഹത്വപൂർണ്ണമാകും. അത് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ വിശ്വസ്തതയുമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ്. നിൻ്റെ വിശ്വസ്തത വലിയത്, അല്ലേ? നിൻ്റെ വിശ്വസ്തത വലിയത്. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും. നിന്റെ വിശ്വസ്തത, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾ. അങ്ങനെ ഒരു പാട്ട് തന്നെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയത്. പുതിയ നിയമം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് എടുത്തടുത്ത് ലേഖനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ എന്ന് നാം വായിക്കുന്നു. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിർവർത്തിക്കും. അപ്പം നമ്മളെ വിളിക്കുന്ന ദൈവം, നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് അവൻ ഒരിക്കലും നമ്മളെ തള്ളിക്കളയുകയില്ല എന്നുള്ള കാര്യം ഓർക്കണം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. 2 തെസ്സലോനിക്ക ലേഖനം 3:3 കർത്താവ് വിശ്വസ്തൻ എന്നവിടെ കാണാം. കർത്താവ് വിശ്വസ്തൻ, കർത്താവ് വിശ്വസ്തൻ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിക്കുവാൻ അവന് കഴിയുകയില്ലല്ലോ. അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ പുസ്തകം പഠിച്ച് തീർക്കുമ്പോൾ മശിഹാ ചിത്രങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ പുസ്തകത്തിലുണ്ടോ മശിഹാ ചിത്രം എന്ന് ചിലർ സംശയിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, മശിഹായെക്കുറിച്ച് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മശിഹ ക്രൂശിൽ മരിക്കുമ്പോൾ ആളുകൾ വിലപിക്കുന്നതിനെക്കുറിച്ചുള്ള ചിത്രം ഇവിടെ യെരുശലേമിനെക്കുറിച്ചുള്ള വിലാപത്തിന്റെ രൂപത്തിൽ കിടപ്പുണ്ട്. 1:12 കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? കണ്ടോ, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവ തന്റെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലെ ഒരു വ്യസനമുണ്ടോ? അവൻ എനിക്ക് വരുത്തിയ വ്യസനം. മനസ്സിലാവുന്നുണ്ടോ? ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അവൻ എനിക്ക് വരുത്തിയ വ്യസനം. കടന്നു പോകുന്ന ഏവരുമായിട്ടുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? 2:15 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, കടന്നു പോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു. കണ്ടോ, കടന്നു പോകുന്ന ഏവരും നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ യെരുശലേം പുത്രിയെ ചൊല്ലി ചൂളം കുത്തി തലകുലുക്കി സൗന്ദര്യപൂർത്തി എന്നും. നമുക്ക് ഇതിപ്പോൾ യെരുശലേമിനെ കുറിച്ചാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും കടന്നു പോകുന്ന എല്ലാവരും വലിയ വ്യഥയിൽ കിടക്കുന്ന കർത്താവിനെ കണ്ട് ദുഃഖിച്ചതും കളിയാക്കിയതും ഒക്കെ ഇതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, 3:14 ഞാൻ എൻ്റെ സർവ്വജനത്തിനും പരിഹാസവും. കണ്ടോ, ഞാൻ എൻ്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടവിടാതെ അവരുടെ പാട്ടുമായി തീർന്നിരിക്കുന്നു. ഇടവിടാതെ അവരുടെ പാട്ടുമായി തീർന്നിരിക്കുന്നു. 15-ാം വാക്യം, 3:15 അവൻ എന്നെ കയ്പ് കൊണ്ടും നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചിരിക്കുന്നു. കയ്പ് കാഞ്ഞിരം കർത്താവിന് കൊടുത്ത കാര്യം ഓർക്കുക. 19-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, നീ എന്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. 30-ാം വാക്യം, എന്നെ തന്നെ അടിക്കുന്നവനെ അവൻ കവിൾ കാണിക്കട്ടെ,
അവൻ വേണ്ടുവോളം നിന്ന് അനുഭവിക്കട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെ അനുസ്മരിപ്പിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോൾ മശിഹ ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്ക് വായിക്കുമ്പോൾ മറക്കാൻ പാടില്ലാത്തൊരു പ്രധാനപ്പെട്ട സത്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. യഹോവേ നീ ശാശ്വതനായും, യഹോവേ നീ ശാശ്വതനായും, നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു. ഇപ്പം ആളുകൾ പോകും, നഗരങ്ങൾ ഇടിഞ്ഞു വീഴും, അതിനെക്കുറിച്ച് ആളുകൾ വിലപിക്കും, എന്തൊക്കെ സംഭവിച്ചാലും യഹോവേ നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ദൈവം ശാശ്വതനാണ്. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അവൻ ഒരിക്കലും മാറ്റമില്ല. അവൻ്റെ സിംഹാസനം തലമുറ തലമുറയായി ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പഠനം അവസാനിപ്പിക്കാം. യഹോവയിലേക്ക് മടങ്ങി വരുവാനുള്ളൊരു ആഹ്വാനമാണ്. അവൻ നമ്മളെ മടങ്ങി വരുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യഹോവേ നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയുമായിരിക്കുന്നു. നീ സദാകാലം ഞങ്ങളെ മറയ്ക്കുന്നതും ദീർഘകാലം ഞങ്ങളെ ഉപേക്ഷിക്കുന്നതുമെന്ത്? യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല ഒരു കാലം വരുത്തേണമേ. അല്ല, നീ ഞങ്ങളെ അശേഷം ത്യജിച്ച് കളഞ്ഞിരിക്കുന്നുവോ? ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ? അങ്ങനെ കോപിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. അവൻ ശാശ്വതനാണ്. അവൻ്റെ സിംഹാസനം തലമുറ തലമുറയായിട്ടിരിക്കുന്നതാണ്. അവൻ വിശ്വസ്തനാണ്, കരുണയും ദയയും ഉള്ളവനാണ്. അവൻ തീർച്ചയായിട്ടും നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നമുക്ക് ഈ പുസ്തകം ആ മനോഭാവത്തോടെ പഠിക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.